നമസ്കാരം. മിഡിൽ ഈസ്റ്റ് ന്യൂസിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനി 2 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ഡൽഹിയിൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ടെത്തി സ്വീകരിച്ചു. ഇന്ത്യയും ഖത്തറുമായുള്ള നയതന്ത്ര ബന്ധമടക്കം ചർച്ച ചെയ്തേക്കും. റഷ്യ-യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ചയിലേക്ക് യുക്രൈന് ക്ഷണമില്ല. യുദ്ധം അവസാനിപ്പിക്കുന്നതിനായുള്ള ചർച്ച സൗദിയിൽ. അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി സൗദിയിൽ. റഷ്യൻ വിദേശകാര്യമന്ത്രി പങ്കെടുക്കും. ചർച്ചയിൽ പങ്കെടുക്കില്ലെന്ന് സെലൻസ്കി. കുവൈറ്റിൽ ഗാർഹിക തൊഴിലാളിയെ തടഞ്ഞുവെച്ച് പീഡിപ്പിച്ചതിന് പ്രതിയായ പ്രവാസിയെ 3 വർഷം തടവിനും 4 മാസം കഠിന തടവിനും ശിക്ഷ വിധിച്ച് കോടതി. 30,000 കുവൈറ്റി ദിനാർ നഷ്ടപരിഹാരമായും നൽകണം. ശിക്ഷ അനുഭവിച്ചതിന് ശേഷം രാജ്യത്ത് നിന്നും നാടുകടത്തും. കുവൈറ്റ് വിമാനത്താവളം വഴി 10 ലക്ഷം ലിറിക്ക ക്യാപ്സൂൾ കടത്താൻ ശ്രമിച്ച സംഘത്തിനും തടവ് ശിക്ഷ വിധിച്ചു കോടതി. സംശയാസ്പദമായ മനുഷ്യക്കടത്ത് തടയാൻ കുവൈറ്റ്. കേസുകൾ നിരീക്ഷിക്കുന്നതിനും തൊഴിലുടമകൾ ചട്ടങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതിനുമായി പ്രത്യേക പരിശോധനാ സംഘത്തെ രൂപീകരിച്ചു. ശശി തരൂരിനെതിരെ നടപടിയെടുക്കാതെ AICC. പ്രശ്നം സംസ്ഥാന തലത്തിൽ പരിഹരിക്കാൻ നിർദ്ദേശം. തരൂരിന് നല്ല ഉപദേശം നൽകിയെന്ന് K. സുധാകരൻ. വ്യാവസായിക വളർച്ചയുടെ കാര്യത്തിൽ സംസ്ഥാനം പറയുന്നത് ഊതിപ്പെരുപ്പിച്ച കണക്കുകളെന്ന് VD സതീശൻ. CPM-നെതിരായ ഫേസ്ബുക്ക് പോസ്റ്റിലെ നരഭോജി പ്രയോഗം പിൻവലിച്ച് ശശി തരൂർ. സമരം ശക്തമാക്കാൻ ആശാപ്രവർത്തകർ. വ്യാഴാഴ്ച സെക്രട്ടേറിയറ്റിന് മുൻപിൽ മഹാസംഗമം. സംസ്ഥാനത്തെ മുഴുവൻ ആശാപ്രവർത്തകരോടും എത്താൻ നിർദ്ദേശം. ഗതാഗതം തടസ്സപ്പെടുത്തിയുള്ള സമരം നിയമവിരുദ്ധമെന്ന് കാട്ടി സമരക്കാർക്ക് പോലീസിന്റെ നോട്ടീസ്. 24 മണിക്കൂറിനകം കണ്ടോൺമെന്റ് സ്റ്റേഷനിൽ ഹാജരാകാനും നിർദ്ദേശം. വാർത്തയിലേക്ക് വിശദമായി. ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനി ഔദ്യോഗിക സന്ദർശനത്തിനായി ഡൽഹിയിലെത്തി. പ്രോട്ടോകോൾ മാറ്റിവെച്ച് ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നേരിട്ടെത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തെ സ്വീകരിച്ചു. 2 ദിവസത്തെ സന്ദർശനത്തിനായി എത്തിയ ഖത്തർ അമീറിന് രാഷ്ട്രപതി ഭവനിൽ നാളെ ഔദ്യോഗിക സ്വീകരണം നൽകും. ചുമതല ഏറ്റെടുത്ത ശേഷം ഇത് 2ാം തവണയാണ് അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനി ഇന്ത്യ സന്ദർശിക്കുന്നത്. രാഷ്ട്രപതി ദ്രൗപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവരുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യയും ഖത്തറുമായുള്ള നയതന്ത്ര ബന്ധം, വ്യാപാരം, ഊർജ്ജം, സംസ്കാരം തുടങ്ങി വിവിധ മേഖലകൾ സംബന്ധിച്ച ചർച്ചകൾ സന്ദർശനത്തിന്റെ ഭാഗമായി നടക്കും. മന്ത്രിമാരും വ്യവസായ പ്രമുഖരും ഉൾപ്പെടെയുള്ള സംഘവും ഖത്തർ അമീറിനൊപ്പം ഇന്ത്യയിൽ എത്തിയിട്ടുണ്ട്. മറ്റൊരു പ്രധാന വാർത്തയിലേക്ക്. റഷ്യ-യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ ചർച്ച. റഷ്യൻ വിദേശകാര്യമന്ത്രിയും അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറിയും സൗദിയിൽ നടക്കുന്ന ചർച്ചയിൽ പങ്കെടുക്കും. എന്നാൽ ചർച്ചയിലേക്ക് യുക്രൈന് ക്ഷണമില്ല. ചർച്ചയിൽ പങ്കെടുക്കില്ലെന്ന് സെലൻസ്കി നേരത്തെ അറിയിച്ചിരുന്നു. അമേരിക്കയുടെ മിഡിൽ ഈസ്റ്റ് പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫിന്റെ നേതൃത്വത്തിലാണ് ചർച്ച നടക്കുക. യുക്രൈനുമായി ആലോചിക്കാതെയുള്ള സമാധാന ഉടമ്പടി അംഗീകരിക്കില്ലെന്ന് സെലൻസ്കി നേരത്തെ അറിയിച്ചിരുന്നു. US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിക്കൊപ്പം ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മൈക്ക് വാൾട്സ്, വൈറ്റ് ഹൌസ് മിഡിൽ ഈസ്റ്റ് പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് തുടങ്ങിയവരും ചർച്ചയ്ക്കായി സൗദി അറേബ്യയിൽ എത്തിയിട്ടുണ്ട്. അതിനിടെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണിന്റെ നേതൃത്വത്തിൽ പ്രധാന യൂറോപ്യൻ രാജ്യങ്ങളുടെ നേതാക്കൾ ഇന്ന് പാരീസിൽ യോഗം ചേരും. യുക്രൈൻ വിഷയമാണ് പ്രധാനമായും ചർച്ചയ്ക്കുള്ളത്. യൂറോപ്പിനെ അവഗണിച്ച് റഷ്യ-യുക്രൈൻ പ്രശ്നം പരിഹരിക്കാനുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നീക്കമാണ് ചർച്ചയാകുക. ഫ്രാൻസ്, ബ്രിട്ടൻ, ജർമ്മനി, പോളണ്ട്, ഇറ്റലി, സ്പെയിൻ, ഡെൻമാർക്ക് എന്നീ രാജ്യങ്ങളുടെ നേതാക്കളാണ് യോഗത്തിൽ പങ്കെടുക്കുന്നത്. കുവൈറ്റിൽ ഗാർഹിക തൊഴിലാളിയെ തടഞ്ഞുവെച്ച് പീഡിപ്പിച്ചതിന് പ്രവാസിയായ പ്രതി നഷ്ടപരിഹാരമായി 30,000 കുവൈറ്റി ദിനാർ നൽകണമെന്ന് കോടതി. പീഡനം, അന്യായമായ തടങ്കലിൽ വെക്കൽ, ശരീരത്തിൽ പൊള്ളൽ ഏൽപ്പിച്ചു തുടങ്ങിയ കുറ്റങ്ങൾക്ക് പ്രതിക്ക് പരമാവധി ശിക്ഷ നൽകണമെന്ന് അഭിഭാഷകനായ മുഹമ്മദ് അൽ ആശ്മി വാദിച്ചിരുന്നു. നഷ്ടപരിഹാരം നിയമപരമായ ബ്ലഡ് മണിയായി കോടതി കണക്കാക്കി. പരാതിക്കാരിക്ക് വരുത്തിയ ഗുരുതരമായ ഭൗതികവും ധാർമ്മികവുമായ നാശനഷ്ടങ്ങളും അതുപോലെ തന്നെ ഗാർഹിക തൊഴിലാളിയുടെ ശാരീരിക ശേഷിയെ ബാധിച്ച 25% സ്ഥിരമായ വൈകല്യവും അംഗീകരിച്ചാണ് കോടതിയുടെ വിധി. കേസിൽ പ്രവാസിയെ 3 വർഷം തടവിനും 4 മാസവും കഠിന തടവിനും ക്രിമിനൽ ശിക്ഷ വിധിച്ചിട്ടുണ്ട്. ശിക്ഷ അനുഭവിച്ചതിന് ശേഷം രാജ്യത്ത് നിന്നും നാടുകടത്തുകയും ചെയ്യും.
കുവൈറ്റ് വിമാനത്താവളം വഴി 10 ലക്ഷം ലിറിക്ക ക്യാപ്സ്യൂളുകൾ കടത്താൻ ശ്രമിച്ച ഉദ്യോഗസ്ഥനും സൈനികനും കസ്റ്റംസ് ഇൻസ്പെക്ടർമാരും ജയിൽ അന്തേവാസിയും അടങ്ങുന്ന സംഘത്തിന് കുവൈറ്റ് കോടതി തടവ് ശിക്ഷ വിധിച്ചു. ഒരു കസ്റ്റംസ് ഇൻസ്പെക്ടർക്കും തടവുകാരനും 25 വർഷം തടവും ഉദ്യോഗസ്ഥനും സൈനികനും മറ്റൊരു കസ്റ്റംസ് ഇൻസ്പെക്ടർക്കും 15 വർഷത്തെ തടവുമാണ് കോടതി വിധിച്ചത്. കൂടാതെ 1,60,000 ദിനാർ പിഴ ചുമത്തുകയും പ്രതികളെ ജോലിയിൽ നിന്നും പിരിച്ചുവിടുകയും ചെയ്തു. ആഭ്യന്തരമന്ത്രി ഷെയ്ഖ് ഫഗദ് അൽ യൂസഫാണ് പിടിച്ചെടുക്കൽ നേരിട്ട് നിരീക്ഷിച്ചത്. കസ്റ്റംസ് ജനറൽ ഡിപ്പാർട്ട്മെന്റിലെ 2 ജീവനക്കാർ, ഒരു ഉദ്യോഗസ്ഥൻ, ഒരു സൈനികൻ, സെൻട്രൽ ജയിലിലെ അന്തേവാസി എന്നിവർ ഉൾപ്പെടെയുള്ള പ്രതികൾ 7 ബാഗുകളിലായി ലഹരിമരുന്ന് കടത്തുന്നുവെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന. കുവൈറ്റിൽ സംശയാസ്പദമായ മനുഷ്യക്കടത്ത് കേസുകൾ നിരീക്ഷിക്കുന്നതിനും തൊഴിലുടമകൾ ചട്ടങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതിനുമായി പ്രത്യേക പരിശോധനാ സംഘത്തിന് രൂപം നൽകി. പബ്ലിക് അതോറിറ്റി ഫോർ മാൻ പവറിലെ പ്രവാസി തൊഴിലാളികളുടെ സംരക്ഷണ മേഖലയായ ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ ഡോക്ടർ ഫഗദ് അൽ മുറാദാണ് ഇക്കാര്യം അറിയിച്ചത്. പ്രവാസി തൊഴിലാളികളെ സംരക്ഷിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ വിശദീകരിക്കുന്നതിനായി അതോറിറ്റിയുടെ ആസ്ഥാനത്ത് നടന്ന സംയുക്ത പരിപാടിയെക്കുറിച്ചും അൽ മുറാദ് വിശദീകരിച്ചു. അബുദാബിയിലെ ആദ്യ ഹിന്ദു ക്ഷേത്രത്തിന്റെ 1ാം വാർഷിക ആഘോഷ പരിപാടികൾ പൂർത്തിയായി. UAE സഹിഷ്ണുതാ വകുപ്പ് മന്ത്രി ഷെയ്ഖ് നഹ്യാൻ ബിൻ മുബാറക് അൽ നഹ്യാൻ ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ഇന്ത്യൻ സ്ഥാനപതി സഞ്ജയ് സുധീർ, UAE പ്രസിഡൻഷ്യൽ കാര്യാലയത്തിലെ ഉപദേഷ്ടാവ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ ഹമദ് ബിൻ തഹ്നൂൻ അൽ നഹ്യാൻ എന്നിവരും ആഘോഷ പരിപാടികളിൽ പങ്കെടുത്തു. രാജകുടുംബാംഗങ്ങൾ, മന്ത്രിമാർ, വിവിധ മേഖലകളിൽ നിന്നുമുള്ള പ്രമുഖ വ്യക്തികൾ എന്നിവരും വാർഷികാഘോഷങ്ങളുടെ പരിപാടികളുടെ ഭാഗമായി. വിശ്വാസികൾ ഉൾപ്പെടെ 13,000-ഓളം പേർ ആഘോഷത്തിൽ പങ്കെടുത്തു. മന്ദിർ ദി ഹാർട്ട് ഓഫ് ദ കമ്മ്യൂണിറ്റി എന്ന പ്രമേയത്തിലായിരുന്നു ആഘോഷ പരിപാടികൾ. ക്ഷേത്രത്തിന്റെ മുഖ്യ കാര്യദർശി സ്വാമി ബ്രഹ്മവിഹാരിദാസിന്റെ അനുഗ്രഹ പ്രഭാഷണത്തോടെയാണ് ചടങ്ങുകൾ സമാപിച്ചത്. ഇന്ത്യയും ഒമാനുമായുള്ള നയതന്ത്ര ബന്ധത്തിന്റെ 70 ആണ്ടുകൾ വിവരിക്കുന്ന ചരിത്ര പുസ്തകവും വാർഷികാഘോഷങ്ങളുടെ ഭാഗമായുള്ള പ്രത്യേക ലോഗോയും പ്രകാശനം ചെയ്തു. മസ്കറ്റിൽ നടന്ന ചടങ്ങിൽ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറും ഒമാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് ബദർ അൽ ബുസൈദിയും ചേർന്നാണ് പ്രകാശന കർമ്മം നിർവഹിച്ചത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഊഷ്മള ബന്ധത്തെയും സഹകരണത്തെയും വ്യാപാര ബന്ധത്തെയും കുറിച്ച് പ്രതിപാദിക്കുന്നതാണ് മഡവി ടു മസ്കറ്റ് ഇന്ത്യൻ കമ്മ്യൂണിറ്റി ആൻഡ് ദ ഷെയർഡ് ഹിസ്റ്ററി ഓഫ് ദ ഇന്ത്യ ആൻഡ് ഒമാൻ എന്ന പുസ്തകം. വിവിധ മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണത്തെക്കുറിച്ച് ചർച്ച ചെയ്തുവെന്നും നയതന്ത്ര ബന്ധത്തിന്റെ 70ാം വാർഷികത്തിന്റെ ലോഗോ പുറത്തിറക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്നും ഡോക്ടർ എസ് ജയശങ്കർ എക്സിൽ കുറിച്ചു. കുവൈറ്റിൽ ബ്ലഡ് മണി മൂല്യം 20,000 ദിനാറായി ഉയർത്തിക്കൊണ്ട് നിയമഭേദഗതി വരുത്തുന്നതിന് മന്ത്രിസഭായോഗം അംഗീകാരം നൽകി. നിയമനിർമ്മാണ സംവിധാനത്തെ ശക്തിപ്പെടുത്തുന്നതിനും നിലവിലെ സാമ്പത്തികവും സാമൂഹികവുമായ മാറ്റങ്ങളുമായി പൊരുത്തപ്പെടുന്നത് ഉറപ്പാക്കുന്നതിനുമായി നടന്നുകൊണ്ടിരിക്കുന്ന ശ്രമങ്ങളുടെ ഭാഗമായാണ് പുതിയ നിയമഭേദഗതിയെന്ന് നീതിന്യായ വകുപ്പ് മന്ത്രി ആദിൽ അൽ സുമൈത്ത് വ്യക്തമാക്കി. രാജ്യത്ത് നിലവിൽ 10,000 ദിനാറാണ് ബ്ലഡ് മണി മൂല്യം. ഇസ്ലാമിക ശരീഅത്ത് നിയമപ്രകാരം കൊലപാതക കേസുകളിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട പ്രതികൾ ഇരയാകുന്ന വ്യക്തികളുടെ കുടുംബത്തിന് നഷ്ടപരിഹാരമായി പണം നൽകി വധശിക്ഷയിൽ നിന്നും മോചനം ലഭിക്കാൻ അനുമതി നൽകുന്നു. ഈ തുകയാണ് ബ്ലഡ് മണി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ആഗോള ഡിസൈൻ രംഗത്തെ പുതിയ മാറ്റങ്ങളെ പരിചയപ്പെടുത്തിയും ആധുനിക ചിന്തകൾ പങ്കുവച്ചും മലയാളി ഡിസൈനർമാരുടെ കൂട്ടായ്മയായ വര UAE സംഘടിപ്പിച്ച ആർടെക്സ് 2ാം പതിപ്പ് ദുബായിൽ സമാപിച്ചു. ദുബായിലെ അൽബറാഹ വിമൻസ് അസോസിയേഷൻ ഹാളിൽ നടന്ന പരിപാടിയിൽ 500-ലധികം ക്രിയേറ്റീവ് ഡിസൈനർമാർ പങ്കെടുത്തു. ഡിസൈനർ മേഖലയിൽ AI സാന്നിധ്യത്തെക്കുറിച്ചും പ്രൊഫൈലുകൾക്ക് അതിൻ്റെ സാധ്യതകളെ എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾക്കും പ്രചോദനവും അറിവുകളും ചർച്ചയായി. ഡിസൈൻ മേഖലയിലെ വ്യവസായ പ്രമുഖരും വിദഗ്ധരും തങ്ങളുടെ അനുഭവങ്ങളും കാഴ്ചപ്പാടുകളും പങ്കുവച്ചു. ഭക്ഷ്യപാനീയ മേഖലയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ പ്രദർശനമേള ഗൾഫ് ഫുഡ് ദുബായിൽ ആരംഭിച്ചു. 129 രാജ്യങ്ങളിൽ നിന്നുമുള്ള 5,500 പ്രദർശകർ മേളയിൽ പങ്കെടുക്കുന്നുണ്ട്. ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിലെ 24 പ്രദർശന ഹാളുകളിലായാണ് മേള സംഘടിപ്പിച്ചിട്ടുള്ളത്. 10 ലക്ഷത്തിലേറെ ഭക്ഷ്യപാനീയ ഉൽപ്പന്നങ്ങൾ പ്രദർശനത്തിനുണ്ട്. ഗൾഫ് ഫുഡ് പ്രദർശനമേളയുടെ 30ാമത് പതിപ്പാണ് ഇത്തവണ നടക്കുന്നത്. ഭക്ഷ്യോൽപ്പന്ന നിർമ്മാണം, വ്യാപാരം, സംഭരണം എന്നിവയുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളാണ് 5 ദിവസം നീണ്ടു നിൽക്കുന്ന മേളയിൽ പങ്കെടുക്കുന്നത്. ഫെബ്രുവരി 21-ന് ഗൾഫ് ഫുഡ് പ്രദർശനം സമാപിക്കും.
ജിദ്ദ തിരുവിതാംകൂർ അസോസിയേഷൻ വാർഷികാഘോഷം തിരുവുത്സവം 2025 എന്ന പേരിൽ ജിദ്ദ അലിയാലി ഓഡിറ്റോറിയത്തിൽ വർണ്ണാഭമായി സംഘടിപ്പിച്ചു. ജനപങ്കാളിത്തം കൊണ്ടും സംഘാടക മികവ് കൊണ്ടും പരിപാടിയേറെ ശ്രദ്ധിക്കപ്പെട്ടു. ജിദ്ദ തിരുവിതാംകൂർ അസോസിയേഷൻ വാർഷികാഘോഷം വൈവിധ്യങ്ങളായ പരിപാടികൾ കൊണ്ട് ശ്രദ്ധേയമായി. നാട്ടിൽ നിന്ന് വന്നിട്ടുള്ള പ്രശസ്ത പിന്നണി ഗായകന്മാരായ സജില സലീം, സജി സലീം ചേർന്ന് അവതരിപ്പിച്ച ഗാനമേള, ഹർഷാരവത്തോടെ സദസ് സ്വീകരിച്ചു. ഗുഡ് ഹോപ്പ്, ഫിനോം അക്കാദമികളിലെ കുട്ടികൾ അവതരിപ്പിച്ച നൃത്തങ്ങളും JTA അംഗങ്ങൾ അവതരിപ്പിച്ച കലാപരിപാടികളും പരിപാടിക്ക് കൊഴുപ്പേകി. ഫാസിൽ ഓച്ചിറയുടെ സ്പോട്ട് ഡബ്ബിംഗ്, ശ്രീത ടീച്ചർ ചിട്ടപ്പെടുത്തിയ കാക്കിരിശി നാടകം, ഡാണ്ടിയ ഡാൻസ് എന്നിവ പരിപാടിക്ക് ഇരട്ടി മധുരമായി. കലാപരിപാടികൾക്ക് ദിലീപ് താമരക്കുളം ആമുഖം അവതരിപ്പിച്ചു. അബീർ മെഡിക്കൽ ഗ്രൂപ്പ് സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ഡയറക്ടർ ഡോക്ടർ മുഹമ്മദ് ഇമ്രാൻ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു. അലി തേക്കുംതോട് അധ്യക്ഷത വഹിച്ചു. ഷിഹാബ് താമരക്കുളം, നൌഷാദ് പന്മന എന്നിവർ സംസാരിച്ചു. മുഹമ്മദ് റാഫി ഭീമാപ്പള്ളി, റോസ്ലിൻ വയനാട് എന്നിവർ അവതാരകരായിരുന്നു. സുൽഫിഖുറദായ്, അമൃത ന്യൂസ്, ജിദ്ദ. ഇനി മറ്റു വാർത്തകൾ നോക്കാം. കേന്ദ്രത്തിൽ മോദിയെയും സംസ്ഥാനത്ത് വ്യവസായ വകുപ്പിനെയും പ്രകീർത്തിച്ച ശശി തരൂരിനെതിരെ നടപടിയെടുക്കാതെ AICC. തരൂരിന് തെറ്റുപറ്റിയെന്ന് തന്നെയാണ് പാർട്ടി നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. കേരളത്തിലെ വ്യവസായ മേഖലയെ പുകഴ്ത്തിയുള്ള തരൂരിന്റെ ലേഖനം പാർട്ടിക്ക് പരിക്കേൽപ്പിച്ചുവെന്ന് തന്നെയാണ് ഹൈക്കമാൻഡ് കരുതുന്നത്. പരമ്പരാഗത വ്യവസായ മേഖലകളടക്കം കേരളത്തിൽ വലിയ തിരിച്ചടി നേരിടുന്ന കാര്യം തരൂരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. യാഥാർത്ഥ്യം തരൂരിനെ ധരിപ്പിക്കാനായിരുന്നു നിർദ്ദേശം. ഇതുമായി ബന്ധപ്പെട്ട് KC വേണുഗോപാൽ തരൂരുമായി സംസാരിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ വിശദീകരണം തേടുന്നതടക്കം അച്ചടക്ക നടപടികളൊന്നും തൽക്കാലം വേണ്ടെന്നാണ് AICCയുടെ നിലപാട്. അതേസമയം ശശി തരൂരിന് അദ്ദേഹത്തിന്റെ അഭിപ്രായം പറയാമെന്നും പാർട്ടി തീരുമാനമാണ് ഔദ്യോഗികമായി അനുസരിക്കേണ്ടതെന്ന് KPCC പ്രസിഡന്റ് K. സുധാകരൻ. ശശി തരൂരിനോട് പറയേണ്ട കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. തരൂരിനെ കോൺഗ്രസ് പ്രവർത്തക സമിതിയിൽ നിന്ന് നീക്കണോ എന്ന കാര്യം മുതിർന്ന നേതാക്കൾ തീരുമാനിക്കട്ടെ എന്നും KPCC പ്രസിഡന്റ് പറഞ്ഞു. ശശി തരൂറിൻ്റെ അഭിപ്രായം ശശി തരൂർ പറഞ്ഞു. ആ അഭിപ്രായത്തെക്കുറിച്ച് നമുക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയുടെ ഒരു തീരുമാനമുണ്ട്. വ്യക്തികൾക്ക് തീരുമാനങ്ങൾ ഉണ്ടാകാം, പക്ഷേ പാർട്ടി തീരുമാനമാണ്, പാർട്ടി അഭിപ്രായമാണ്. അത് ഔദ്യോഗികമായി ഔപചാരികമായി നമ്മൾ അനുസരിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുന്നത് ഞങ്ങളുടെ അഭിപ്രായമല്ല, പാർട്ടിയുടെ അഭിപ്രായമാണ്. അതുകൊണ്ട് പാർട്ടിയുടെ അഭിപ്രായത്തോടൊപ്പമാണ് പാർട്ടി എന്ന് മാത്രം ഇതേക്കുറിച്ച് നിങ്ങളുടെ മുമ്പിൽ ഞാൻ പറയുന്നു. സംസ്ഥാന സർക്കാരിനെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും പ്രശംസിച്ച ശശി തരൂരിനെ അതിരൂക്ഷമായി വിമർശിച്ച് കോൺഗ്രസ് മുഖപത്രം വീക്ഷണം. കർക്കിടക സന്ധ്യയിൽ രാമസ്തുതി ചൊല്ലേണ്ടയിടത്ത് രാവണസ്തുതി ചൊല്ലുകയാണെന്നും തദ്ദേശ തെരഞ്ഞെടുപ്പിലെ UDFന്റെ വിജയപ്രതീക്ഷയെ കുരുതി കൊടുക്കരുതെന്നും മുഖപ്രസംഗത്തിൽ പറയുന്നു. അതേസമയം ശശി തരൂരിനെ പിന്തുണച്ച് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ രംഗത്തെത്തി. സംസ്ഥാനത്തെ വ്യവസായ മുന്നേറ്റത്തിന് CPMനെ പുകഴ്ത്തിക്കൊണ്ട് ശശി തരൂർ MP എഴുതിയ ലേഖനത്തിനെയാണ് കോൺഗ്രസ് മുഖപത്രമായ വീക്ഷണം ആരാച്ചാർക്ക് അഹിംസ അവാർഡ് എന്ന മുഖപ്രസംഗത്തിലൂടെ പേരെടുത്തു പറയാതെ നിശിതമായി വിമർശിച്ചത്. വെളുപ്പാങ്കാലം മുതൽ വെള്ളം കോരി സന്ധ്യയ്ക്ക് കലമുടയ്ക്കുന്ന രീതിയാണ് തരൂരിന്റെ ഭാഗത്തു നിന്നുണ്ടായതെന്നും രാമനാമം ചൊല്ലേണ്ടിടത്ത് രാവണസ്തുതി പാടുകയാണെന്നും മുഖപ്രസംഗം കുറ്റപ്പെടുത്തുന്നു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ UDFന്റെ പ്രതീക്ഷ കുരുതി കൊടുക്കരുതെന്നും വിമർശനമുണ്ട്. സർക്കാർ വിരുദ്ധ വികാരം ആളിപ്പടരുമ്പോൾ അതിന് ഊർജം പകരേണ്ടവർ തന്നെ അത് അണയ്ക്കാൻ വെള്ളമൊഴിക്കുകയാണ്. LDF സർക്കാരിനെതിരെ പൊരുതുന്ന കോൺഗ്രസിനെ മുണ്ടിൽ പിടിച്ച് പിറകോട്ട് വലിക്കുന്ന രീതി ആത്മഹത്യാപരമാണെന്നും മുഖപ്രസംഗം തരൂരിനെ ഓർമ്മിപ്പിക്കുന്നു. ട്രംപുമായി കൂടിക്കാഴ്ച നടത്തിയ മോദിയെ പ്രശംസിച്ചതിനെയും വീക്ഷണം വിമർശിച്ചിട്ടുണ്ട്. അതേസമയം തരൂരിനെ പിന്തുണച്ച് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും CPM മുഖപത്രം ദേശാഭിമാനിയും രംഗത്തെത്തി. ഈ കേരളവും രാജ്യവും അംഗീകരിക്കുന്നുണ്ട്. സംഭവം കൃത്യമായിട്ട് കാര്യങ്ങൾ അവതരിപ്പിച്ച് സംസാരിക്കുകയാണ് അദ്ദേഹം ചെയ്തത്. അതാണ് ശശി തരൂർ ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട വാദകം. അതായത് ശരിയായ ഒരു കാര്യം കേരളത്തിന്റെ വളർച്ചയുമായിട്ട് ബന്ധപ്പെട്ട് സംരംഭക പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ അദ്ദേഹത്തിന്റെ ലേഖനത്തിൽ കൃത്യമായിട്ട് അവതരിപ്പിച്ചിരിക്കുകയാണ്. നാട് ഭരണമികവിന്റെ യഥാർത്ഥ ചിത്രം കണ്ടറിയുമ്പോൾ അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല എന്ന് പറയാൻ അസാമാന്യ തൊലിക്കട്ടിയും ഉളുപ്പില്ലായ്മയും വേണമെന്നാണ് ദേശാഭിമാനി മുഖപ്രസംഗത്തിൽ പറയുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം.
തരൂരിന് പിന്തുണയുമായി SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. തരൂരിനെ അഭിനന്ദിക്കണം, ആർക്കും അടിമപ്പെടാതെ ഉള്ളത് പറയുന്നയാളാണ് തരൂരെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. തരൂർ പറയുന്നത് സാമൂഹിക സത്യം, അതിനെ കോൺഗ്രസ് വളഞ്ഞിട്ട് ആക്രമിക്കുന്നു. തരൂർ വിദ്യാസമ്പന്നൻ, ആരുടെ കയ്യിൽ നിന്നും പണം പിരിക്കാത്തയാളാണ് തരൂരെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. തരൂരിൻ്റെ കഴിവിലേക്കാണ് വോട്ട് കൊടുക്കുന്നത്. അന്നായാലും ഇന്നായാലും അദ്ദേഹത്തിൻ്റെ ഐഡൻറ്റിറ്റി ഉണ്ട്. ആരുടെക്കൊന്നും പണം പിരിക്കാറില്ല. ഇലക്ഷൻ വർക്കുന്നത് തന്നെ കഴിവ് ഇൻ്റർനാഷണൽ ഫിഗറിലേപ്പോൾ ആ കഴിവ് അറിയാവുന്ന ജനങ്ങൾ തിരുവനന്തപുരം അവർ വോട്ട് കൊടുത്ത് ജയിപ്പിക്കുന്നു. കോൺഗ്രസ്സുകാർ അദ്ദേഹം കൂടെ വരുന്നതിനകത്ത് ഇതിന് അനുഭവം ഉള്ളവരല്ല. ആ സീറ്റ് മോഹിക്കുന്നവർ ഒരുപാട് പേര് വേറെയുണ്ട്. വിവാദങ്ങൾക്കിടെ CPM-നെതിരെ ഫേസ്ബുക്ക് പോസ്റ്റുമായി ശശി തരൂർ. CPM നരഭോജികൾ കൊലപ്പെടുത്തിയ നമ്മുടെ കൂടപ്പിറപ്പുകൾ എന്ന KPCCയുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ വന്ന പോസ്റ്റർ പങ്കുവയ്ക്കുകയായിരുന്നു തരൂർ. എന്നാൽ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പോസ്റ്റ് പിൻവലിക്കുകയും ചെയ്തു. പെരിയയിൽ കൊല ചെയ്യപ്പെട്ട കൃപേഷിന്റെയും ശരത് ലാലിന്റെയും ഓർമ്മദിനത്തിലെ KPCC പോസ്റ്റാണ് പങ്കുവച്ചത്. പിന്നാലെ തിരുത്തി. ജനാധിപത്യ രാഷ്ട്രീയത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് അക്രമം ഒരിക്കലും പരിഹാരമല്ല എന്നത് നാം ഓർക്കേണ്ടതാണെന്ന രീതിയിൽ FB പോസ്റ്റ് മാറ്റി. ഓണറേറിയം വർദ്ധിപ്പിക്കുന്നതുൾപ്പെടെയുള്ള വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ആശാ വർക്കർമാർ സെക്രട്ടേറിയറ്റിൽ നടത്തിയ സമരത്തിൽ കേസെടുത്ത് കന്റോൺമെന്റ് പോലീസ്. ഗതാഗത തടസ്സമുണ്ടാക്കിയെന്ന കുറ്റം ചുമത്തിയാണ് കേസ്. എന്തു വന്നാലും സമരവുമായി മുന്നോട്ടു പോകുമെന്ന് ആശാ വർക്കേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ അറിയിച്ചു. ഓണറേറിയം വർദ്ധിപ്പിക്കുക, 3 മാസത്തെ കുടിശ്ശിക നൽകുക, ഓണറേറിയത്തിന് ഏർപ്പെടുത്തിയ മാനദണ്ഡങ്ങൾ പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ആശാ വർക്കർമാർ 7 ദിവസമായി സെക്രട്ടേറിയറ്റ് പടിക്കൽ സമരമിരിക്കുന്നത്. നമ്മൾ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ ആശാ വർക്കർമാരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഓണറേറിയത്തിന് മാനദണ്ഡം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആ മാനദണ്ഡങ്ങൾ പൂർണ്ണമായും പിൻവലിക്കുക. എല്ലാ മാസവും ഇവിടുത്തെ ആരോഗ്യമന്ത്രി ശമ്പളം വാങ്ങിക്കുന്ന അതേ ദിവസം തന്നെ ആശാപ്രവർത്തകർക്ക് ശമ്പളം കൊടുക്കണം. ഈ സമരത്തിലാണ് ഗതാഗത തടസ്സമുണ്ടാക്കിയെന്ന കുറ്റം ചുമത്തി ആശാ വർക്കർമാർക്കെതിരെ കന്റോൺമെന്റ് പോലീസ് കേസെടുത്തത്. കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ നേതാക്കൾക്കെതിരെയാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ചോദ്യം ചെയ്യലിനെത്താൻ പോലീസ് നോട്ടീസ് നൽകി. കേസിനെ വേണ്ട രീതിയിൽ നേരിടുമെന്നും ആവശ്യങ്ങൾ അംഗീകരിക്കും വരെ സമരം തുടരുമെന്നും ആശാ വർക്കേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു. അത്തരം കേസുകളൊന്നും നമ്മളെ സമരത്തിൽ നിന്നും പിന്തിരിപ്പിക്കില്ല. ഈ കേസ് നമ്മൾക്കെതിരെ എടുക്കുന്ന ആളുകൾക്കും അറിയാലോ, ഇവിടെ ഒരു ജനകീയ സമരത്തെ അല്ലെ ഇത്തരത്തിലുള്ള ഒരു തൊഴിൽ സമരത്തെയും കേസ് കൊണ്ടോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളെ കൊണ്ട് ഭയപ്പെടുത്താനോ പിന്തിരിപ്പിക്കാനോ കഴിയില്ല എന്നുള്ളത് ഒന്ന്. ഇവിടെ വന്നിരിക്കുന്ന സ്ത്രീകളെല്ലാം ഉറച്ച തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഈ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ഉയർത്തുന്ന ഡിമാൻഡുകൾ നേടിയെടുത്തുകൊണ്ട് ഈ സമരത്തിൽ നിന്ന് നമ്മൾ പിന്മാറത്തുള്ളൂ. ആശാ വർക്കർമാരെ രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ ശ്രമിക്കുകയാണ് എന്ന ധനമന്ത്രി KN ബാലഗോപാലിന്റെ പരാമർശത്തെയും ശക്തമായ ഭാഷയിൽ വിമർശിക്കുകയാണിവർ. നമ്മുടെ ധനകാര്യമന്ത്രി പറഞ്ഞത് ഇവിടെ ആരൊക്കെയോ രാഷ്ട്രീയ പ്രേരിതമായി ഈ ആട്ടിത്തെളിച്ചുകൊണ്ട് വന്നവരാണ്. ഏജൻസികൾ, ഇവരെ കൊണ്ടുവന്ന ഏജൻസികൾ അവിടെ ഇവർ ചോദിക്കണമെന്ന്. അദ്ദേഹം ഒരു വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിലൂടെയൊക്കെ രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെയൊക്കെ വളർന്നു വന്ന ഒരു വിദ്യാർത്ഥി നേതാവായിരുന്നു. ഇപ്പോൾ ഇവിടെ മന്ത്രിയായിട്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് അറിയത്തില്ല എങ്ങനെയാണ് തൊഴിലാളി സമരങ്ങൾ വളർന്നു വരുന്നത്, എങ്ങനെയാണ് സമരം ചെയ്യുന്നതെന്ന് അറിയാവുന്ന ആളല്ലേ. ഇവിടെ സ്ത്രീകളായതുകൊണ്ട് ഇവർക്ക് തലച്ചോറില്ലെന്നാണ് അദ്ദേഹം വിചാരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആ പദപ്രയോഗം തന്നെ ഈ കേരളത്തിലെ മുഴുവൻ സ്ത്രീകളെയും അപമാനിക്കുന്നതിന് തുല്യമാണ്. ഫെബ്രുവരി 20 വ്യാഴാഴ്ച സെക്രട്ടേറിയറ്റിന് മുൻപിൽ ആശാ വർക്കർമാരുടെ മഹാസംഗമവും സംഘടിപ്പിക്കും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. വ്യാവസായിക വളർച്ചയുടെ കാര്യത്തിൽ ഊതിപ്പെരുപ്പിച്ച കണക്കുകളാണ് സംസ്ഥാന സർക്കാർ പറയുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് സൂചിക ലോകബാങ്ക് നിർത്തലാക്കിയതാണ്. പരമ്പരാഗത വ്യവസായങ്ങളടക്കം കേരളത്തിൽ പ്രതിസന്ധിയിലാണ്. മുഖ്യമന്ത്രിക്കുള്ള മറുപടിയാണ് താൻ പറയുന്നതെന്നും VD സതീശൻ വ്യക്തമാക്കി. പത്തനംതിട്ട പെരുന്നാട് ജിതിൻ വധക്കേസിൽ മുഖ്യപ്രതി വിഷ്ണു ഉൾപ്പെടെ 8 പ്രതികളും പിടിയിൽ. നേരത്തെ 3 പ്രതികളെ കസ്റ്റഡിയിലെടുത്തിരുന്നു. ഒളിവിൽ പോയ 5 പ്രതികളെ നൂറനാട് നിന്നുമാണ് പോലീസ് പിടികൂടിയത്. ഇവർ ഉപയോഗിച്ച ആയുധങ്ങളും വാഹനവും കണ്ടെടുത്തു. യുവാക്കൾ തമ്മിലുണ്ടായ അടിപിടി കൊലപാതകത്തിൽ കലാശിച്ചുവെന്നാണ് FIR.
കൊലപാതകം നടന്ന സമയം ജിതിനൊപ്പം ഉണ്ടായിരുന്ന വിഷ്ണുവിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ 8 പ്രതികളാണ് കേസിലുള്ളത്. ഇതിൽ 3 പേരെ നേരത്തെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. ജിതിനെ കുത്തിയ മുഖ്യപ്രതി വിഷ്ണു ഉൾപ്പെടെ ഒളിവിൽ പോയ 5 പ്രതികളെയും നൂറനാട് നിന്നുമാണ് പോലീസ് പിടികൂടിയത്. ഇവർ കൊലയ്ക്ക് ഉപയോഗിച്ച ആയുധങ്ങളും വാഹനവും കണ്ടെടുത്തിട്ടുണ്ട്. യുവാക്കൾ തമ്മിലുണ്ടായ അടിപിടി കൊലപാതകത്തിൽ കലാശിച്ചുവെന്നാണ് FIR-ലുള്ളത്. CITU പ്രവർത്തകനായ ജിതിനെ കൊലപ്പെടുത്തിയത് RSS ആണെന്നായിരുന്നു CPM നേതാക്കളുടെ ആരോപണം. ജിതിന്റെ കൊലപാതകത്തിൽ പങ്കുള്ള എല്ലാ ആളുകളും BJP പ്രവർത്തകരാണ്. അതേസമയം BJP ജില്ലാ പ്രസിഡന്റ് VA സൂരജ് CPM ആരോപണം തള്ളി. ജിതിൻ എന്ന് പറഞ്ഞ ആൾ കൊല്ലപ്പെട്ടതിനെ സംബന്ധിച്ച് ഭാരതീയ ജനതാ പാർട്ടിയുമായിട്ട് യാതൊരുവിധ ബന്ധങ്ങളുമില്ല. സംഭവത്തിന്റെ സത്യാവസ്ഥ ഇതാണെന്നിരിക്കെ CPM-ന്റെ ജില്ലാ സെക്രട്ടറി രാജീവ് അബ്രഹാം ഇത് ഭാരതീയ ജനതാ പാർട്ടിക്ക് ബന്ധമുണ്ട് എന്ന രീതിയിൽ അത് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. തന്റെ മകന് RSS-ഉമായോ BJP-യുമായോ യാതൊരു ബന്ധവുമില്ലെന്നും CITU-വിന്റെ ടിപ്പർ അസോസിയേഷൻ മെമ്പറാണ് എന്നും ജിതിൻ വധക്കേസിലെ പ്രതികളിൽ ഒരാളായ നിഖിലേഷിന്റെ അമ്മ മിനി പറഞ്ഞു. CITU-ല് അവന് ടിപ്പർ എടുത്തപ്പം ടിപ്പർ അസോസിയേഷനിൽ ചേരണമെന്ന് പറഞ്ഞ് അവിടെ കല്ലെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ടിപ്പർ അസോസിയേഷനിൽ മാത്രമേ പോയിട്ടുള്ളൂ, അല്ലാതെ ഒരു പാർട്ടിയിലും. സംഭവത്തിൽ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ച് പോലീസ് വിശദമായ അന്വേഷണം നടത്തും. കൊല്ലപ്പെട്ട ജിതിൻ ലോഡിംഗ് തൊഴിലാളിയാണ്. സംസ്കാരം ബുധനാഴ്ച നടക്കും. അമൃത ന്യൂസ്, പത്തനംതിട്ട. തൃശൂർ പോട്ട ഫെഡറൽ ബാങ്ക് കവർച്ചാ കേസ് പ്രതി റിജോ ആന്റണിയെ റിമാൻഡ് ചെയ്തു. 14 ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തത്. വൻ പോലീസ് സന്നാഹത്തോടെ ബാങ്കിലും വീട്ടിലും എത്തിച്ചു നടത്തിയ തെളിവെടുപ്പിന് ശേഷമാണ് ചാലക്കുടി കോടതിയിൽ പ്രതിയെ ഹാജരാക്കിയത്. പോട്ട ബാങ്ക് കവർച്ചാ കേസിലെ കവർച്ചാപ്പണം പോലീസ് രാവിലെ തന്നെ കണ്ടെടുത്തിരുന്നു. അന്നനാട് സ്വദേശിയായ കടക്കാരനു നൽകിയ 2,90,000 രൂപ ഇന്നലെ അയാൾ ചാലക്കുടി DYSP ഓഫീസിലെത്തി തിരിച്ചേൽപ്പിച്ചിരുന്നു. ബാക്കിയുള്ള 12 ലക്ഷം രൂപ പ്രതിയുടെ വീട്ടിലെ കിടപ്പുമുറിക്ക് മുകളിലെ ഷെൽഫിൽ നിന്നും പോലീസ് കണ്ടെടുത്തു. മോഷ്ടാവ് ആകെ ചിലവഴിച്ചത് 10,000 രൂപയാണ്. മോഷ്ടിക്കാൻ ഉപയോഗിച്ച കത്തിയും വസ്ത്രങ്ങളും വീട്ടിലെ അടുക്കളയിൽ നിന്നുമാണ് പോലീസ് കണ്ടെടുത്തത്. റിജോയെ ഇന്ന് പുലർച്ചെ വീട്ടിലെത്തിച്ചാണ് ഇവ കണ്ടെടുത്തത്. പ്രതിയെ ഉച്ചയോടുകൂടിയാണ് ബാങ്കിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയത്. പിന്നീട് ഇയാളുടെ ആശാരിപ്പാറയിലെ വീട്ടിലുൾപ്പെടെ എത്തിച്ച് തെളിവെടുത്തു. തുടർന്ന് നടത്തിയ വൈദ്യപരിശോധനയ്ക്ക് ശേഷം ചാലക്കുടി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. അതേസമയം 5 ദിവസത്തെ കസ്റ്റഡി അപേക്ഷ പോലീസ് കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. അമൃത ന്യൂസ്, തൃശൂർ. കുട്ടനാട് MLA തോമസ് കെ തോമസ് NCP സംസ്ഥാന അധ്യക്ഷനാകും. പാർട്ടി ദേശീയ അധ്യക്ഷൻ ശരത് പവാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. PC ചാക്കോ ദേശീയ വർക്കിംഗ് പ്രസിഡന്റായി തുടരും. NCP കേരള ഘടകത്തിൽ ഏറെക്കാലമായി നിലനിൽക്കുന്ന ചേരിപ്പോരിന് താൽക്കാലിക വിരാമമാകുകയാണ്. സംസ്ഥാന അധ്യക്ഷനായി കുട്ടനാട് MLA തോമസ് കെ തോമസിനെ നിയമിക്കാൻ ദേശീയ നേതൃത്വം തീരുമാനിച്ചു. ദേശീയ അധ്യക്ഷൻ ശരത് പവാറിന്റെ അധ്യക്ഷതയിൽ മുംബൈയിൽ നടന്ന യോഗത്തിലാണ് തീരുമാനമുണ്ടായത്. തോമസ് കെ തോമസിനായി AK ശശീന്ദ്രൻ യോഗത്തിൽ ശക്തമായി വാദിച്ചു. ശശീന്ദ്രനെ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റി തോമസ് കെ തോമസിനെ മന്ത്രിയാക്കാൻ PC ചാക്കോ നടത്തിയ എല്ലാ ശ്രമങ്ങളും വിഫലമായതോടെ ശശീന്ദ്രൻ പാർട്ടിയിൽ കൂടുതൽ കരുത്താർജിക്കുകയായിരുന്നു. മുഖ്യമന്ത്രിയും CPM-ഉം തോമസ് കെ തോമസ് മന്ത്രിയാകുന്നതിനോട് വിയോജിച്ചതും ശശീന്ദ്രന് തുണയായി. തോമസ് കെ തോമസിന് സംസ്ഥാന അധ്യക്ഷ പദവി എന്ന ഫോർമുല മുന്നോട്ട് വെച്ച AK ശശീന്ദ്രന്റെ തന്ത്രം ഫലം കണ്ടതോടെ ജില്ലാ ഘടകങ്ങൾ ഏറെക്കുറെ PC ചാക്കോയെ കൈവിട്ടു. ഒടുവിൽ പാർട്ടിയിൽ ഭൂരിപക്ഷ പിന്തുണ നഷ്ടമായ PC ചാക്കോ രാജിവെച്ചു. തോമസ് കെ തോമസ് അധ്യക്ഷനായാൽ മതിയെന്ന സംസ്ഥാന ഘടകത്തിന്റെ ആവശ്യം ഇതോടെ ദേശീയ നേതൃത്വം അംഗീകരിച്ചു. PC ചാക്കോ ഇനി മുതൽ ദേശീയ വർക്കിംഗ് പ്രസിഡന്റ് എന്ന ഒറ്റ പദവിയിൽ തുടരും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കാസർഗോഡ് പെരിയ ഇരട്ടക്കൊലക്കേസിൽ 2 പ്രതികൾ പരോളിനായി അപേക്ഷ നൽകി. അപേക്ഷയിൽ അധികൃതർ നടപടികൾ ആരംഭിച്ചു. സംഭവത്തിനെതിരെ കടുത്ത പ്രതിഷേധമാണ് ഉയരുന്നത്. പരോൾ അനുവദിക്കുന്നത് ക്രമസമാധാന പ്രശ്നങ്ങൾക്കിടയാക്കുമെന്നാണ് സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ട്. പെരിയ ഇരട്ടക്കൊലക്കേസിൽ CBI കോടതി പ്രതികൾക്ക് ജീവപര്യന്തം ശിക്ഷ വിധിച്ച് 1 മാസം പോലും പൂർത്തിയാകും മുൻപാണ് കേസിലെ 8ാം പ്രതി സുബീഷും 15ാം പ്രതി സുരേന്ദ്രനും പരോളിനായുള്ള അപേക്ഷ നൽകിയത്. ജനുവരി മാസം 21-ന് സുബീഷും 22-ാം തീയതി സുരേന്ദ്രനും പരോൾ അപേക്ഷ നൽകിയതിന്റെ വിവരങ്ങൾ പുറത്തു വന്നതോടെ സർക്കാരിനെതിരെ കടുത്ത വിമർശനം ഉയർന്നിരിക്കുകയാണ്. കണ്ണൂർ സെൻട്രൽ ജയിലിൽ കഴിയുന്ന പ്രതികളുടെ പരോൾ അപേക്ഷയ്ക്ക് മേൽ പോലീസ് റിപ്പോർട്ടടക്കം അധികൃതർ തേടിയിട്ടുണ്ട്. സർക്കാർ ജനങ്ങളെ ഭയപ്പെടുത്തുന്ന പ്രവൃത്തികളാണ് ചെയ്യുന്നതെന്നും പ്രതികൾക്ക് വേണ്ടി നിലകൊള്ളുകയാണെന്നും കൊല്ലപ്പെട്ട ശരത് ലാലിന്റെ പിതാവ് സത്യനാരായണൻ പറഞ്ഞു. കല്യോട്ടെ ഇരട്ടക്കൊലപാതകത്തിൽ കോടതി വെറുതെ വിട്ട 10 പേർക്കെതിരെ തുടരന്വേഷണം ആവശ്യപ്പെട്ട് നിയമ പോരാട്ടത്തിനായി കോൺഗ്രസ് നേതൃത്വവും കുടുംബവും ഒരുങ്ങുന്നതിനിടയിലാണ് 2 പ്രതികൾ പരോൾ അപേക്ഷ നൽകിയ ഞെട്ടിക്കുന്ന വിവരം പുറത്തു വരുന്നത്.
ഇരട്ടക്കൊലപാതകം നടന്ന് 6 വർഷം പൂർത്തിയാകുകയാണ് ഇന്ന്. അമൃത ന്യൂസ്, കാസർഗോഡ്. കായിക വാർത്തയിലേക്ക്. രഞ്ജി ട്രോഫി സെമി ഫൈനലിന്റെ ആദ്യ ദിനം ഗുജറാത്തിനെതിരെ കേരളം ഭേദപ്പെട്ട നിലയിൽ. ഗുജറാത്തിനെതിരെ ടോസ് നേടി ബാറ്റിംഗിന് ഇറങ്ങിയ കേരളം ആദ്യ ദിനം സ്റ്റമ്പെടുക്കുമ്പോൾ 4 വിക്കറ്റ് നഷ്ടത്തിൽ 206 റൺസ് എന്ന നിലയിലാണ്. 69 റൺസോടെ ക്യാപ്റ്റൻ സച്ചിൻ ബേബിയും 30 റൺസുമായി മുഹമ്മദ് അസറുദ്ദീനുമാണ് ക്രീസിൽ. 5-ാം വിക്കറ്റ് കൂട്ടുകെട്ടിൽ സച്ചിൻ ബേബിയും മുഹമ്മദ് അസറുദ്ദീനും ചേർന്ന് 49 റൺസ് നേടിയിട്ടുണ്ട്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.